മധ്യ കേരളം ഞങ്ങളിങ്ങ് എടുക്കുക. ഞാനല്ല പറയുന്നത് കേട്ടോ, നരേന്ദ്ര മോദി. തൃശ്ശൂർ വലിയ മത്സരം നടക്കാൻ സാധ്യതയുണ്ട്. ആലങ്കോട് ലീലാകൃഷ്ണനെ മത്സരിപ്പിക്കാൻ പോകുന്ന CPI തോറ്റ് തുന്നം പാടും. കവി എന്നൊക്കെ ശരിയാണ്, യുവകലാ സാഹിത്യ പ്രസിഡൻ്റൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അദ്ദേഹം കളിച്ച് പിടിക്കത്തില്ല. അവിടെ പത്മജ വേണുഗോപാൽ വലിയ വോട്ട് പിടിക്കും. ജയിച്ചാലും അത്ഭുതമില്ല. അത്രയ്ക്ക് അവർക്ക് പേഴ്സണൽ കോൺടാക്റ്റും വ്യക്തിപരമായ ബന്ധങ്ങളും ഒക്കെ ഉള്ളതാണ് തൃശ്ശൂർ. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ വളരെ കൃത്യമായി വലിയ ഹൈപ്പ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എറണാകുളം തൃപ്പൂണിത്തറ സാബു ജേക്കബ് തോമസ്, ഡോക്ടർ രാധാകൃഷ്ണൻ, വലിയ ടീമാണ് അവിടെ ഇറങ്ങുന്നത്, ആ ഭാഗത്ത് ഇറങ്ങുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ ബലം കൊടുക്കുന്നതിന് വേണ്ടി മോദി തന്നെ നേരിട്ട് 11-ാം തീയതി കൊച്ചിയിൽ വരികയാണ്. കൊച്ചിയിൽ NDAയുടെ ഓഫീസ് തുറന്നിട്ടുണ്ട്. ചരിത്രത്തിലാദ്യമായിട്ടാണ് NDAയുടെ ഓഫീസ് കൊച്ചിയിൽ തുറക്കുന്നത്. മോദി വന്നതിന് ശേഷം അവർ ക്രിസ്ത്യൻ സമുദായ അംഗങ്ങളുമായി സംസാരിക്കുകയാണ്. പള്ളിയിൽ അച്ഛന്മാരുമായി, സീറോ മലബാർ സഭയുമായിട്ട്, ഓർത്തഡോക്സ് സഭയായിട്ടും ഒക്കെ അവർ സംസാരിക്കുകയാണ്. ആൾറെഡി കാസയെ പോലുള്ള ആളുകൾ BJPക്ക് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു. മുസ്ലിങ്ങളിൽ നല്ലൊരു ഭാഗവും BJPയിലേക്ക് ചേരുന്നതിന് മാനസാന്തരം വന്നുകൊണ്ടിരിക്കുന്നു, ചേരുന്നു. എന്തായാലും മധ്യ കേരളത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നാണ് BJP മനസ്സിൽ കാണുന്നത്. തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ കാട്ടാക്കട കൃഷ്ണദാസ് 30% വോട്ട് പിടിക്കുമെന്നാണ് മാതൃഭൂമിയുടെ സർവേ. 33% ഉള്ളൂ അടുത്ത ആളിന്. അപ്പോൾ 3%-ലാണ് വ്യത്യാസത്തിൽ നിൽക്കുന്നത്. അപ്പോൾ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് എത്തിയിട്ടില്ലേ അവർ. അതുപോലെ തന്നെ നേമം രാജീവ് ചന്ദ്രശേഖർ, ശ്രീലേഖ, വട്ടിയൂർക്കാവ്, എല്ലായിടത്തും അവർ വളരെ ശക്തമായ മുന്നേറ്റമാണ് നടത്തുന്നത്. ഇതിന് സഹായകമായ രീതിയിൽ ക്രോസ് വോട്ടുകൾ വരാതിരുന്നാൽ, BJPയെ തകർക്കണം അല്ലെങ്കിൽ തോൽപ്പിക്കണം എന്ന രീതിയിൽ ക്രോസ് വോട്ടുകൾ വരാതിരുന്നാൽ വലിയ ചലനങ്ങൾ കേരളത്തിലുണ്ടാകും. ഒരുപക്ഷെ ഒരു തൂക്കസഭ വന്നാൽ പോലും അത്ഭുതമില്ല. 10-30 സീറ്റുകൾ വളരെ നിർണായകമായിട്ടുള്ള സീറ്റുകളായി കേരളത്തിൽ മാറാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാതെ വളരെ തൂത്തുവാരിക്കൊണ്ടുള്ള ഒരു മെജോറിറ്റിയിൽ UDF വരാനും സാധ്യതയുണ്ട്. 85-90 സീറ്റിനിടയ്ക്ക് കിട്ടിക്കൊണ്ട് UDF വരാനും സാധ്യതയുണ്ട്. അപ്പോഴും BJP ചിലപ്പോൾ 4-5 സീറ്റുകൾ പിടിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ വരുന്നതിൽ മധ്യ കേരളത്തിൽ, അതല്ലെങ്കിൽ എറണാകുളം, കോട്ടയം, തൃശ്ശൂർ, പാലക്കാട്, ആ ഒരു റീജിയൻ ഉണ്ടല്ലോ, അതായത് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാടൊക്കെ ഒഴിച്ച് വരുന്ന, മലപ്പുറം കഴിഞ്ഞ് വരുന്ന പിന്നെ ഒരു റീജിയൻ, മധ്യ റീജിയനിൽ കൃത്യമായി കാലുറപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നരേന്ദ്രമോദി വരുന്നത്. അദ്ദേഹം എറണാകുളത്താണ് വരുന്നത്. വലിയ ചലനമാണ് പിന്നെ അതിലൂടെ ഉണ്ടാകുന്നത്. മാത്രമല്ല ഇത് പ്രഖ്യാപിക്കുകയാണ്, അവരുടെ മാനിഫെസ്റ്റോ പ്രഖ്യാപിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് UDFൻ്റെ മാനിഫെസ്റ്റോ വന്നില്ലെങ്കിലും 5 ഐറ്റം: സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ബസ്സിൽ, 3000 രൂപ ക്ഷേമ പെൻഷൻ, മുതിർന്ന പൗരന്മാർക്കുള്ള വകുപ്പ്, പ്രത്യേക വകുപ്പ്, 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, 25 ലക്ഷം രൂപ വായ്പ, 1000 രൂപ പ്രതിമാസം ബാങ്ക് അക്കൗണ്ടിൽ. ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. കർണാടകത്തിലും രാജസ്ഥാനിലും തെലങ്കാനയിലും ആന്ധ്രയിലും അവിടെ അവർക്ക് ഭരണമുള്ള സ്ഥലങ്ങളിലൊക്കെ പരീക്ഷിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു സാമ്പിൾ കേരളത്തിലും അവർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെയും കൂടി കവച്ച് വയ്ക്കുന്ന ഒരു പ്രപ്പോസലായിരിക്കണം, അല്ലെങ്കിൽ ഒരു മാൻഡേറ്റോ അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റോ ആയിരിക്കാൻ സാധ്യതയുണ്ട്. വികസിത കേരളത്തിൻ്റെ ഭാഗമായി രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ മോദി പ്രകാശനം ചെയ്യുന്നത്. അപ്പോൾ ഒരു വശത്ത് വികസിത കേരളം, മറുവശത്ത് നിയോ മോഡൽ കേരളം, വേറൊരു വശത്ത് നവകേരളം. ചുരുക്കത്തിൽ എല്ലാം കൂടി താങ്ങുമോ മലയാളിക്ക് എന്നൊരു സംശയമുണ്ട്. എന്തായാലും 11-ാം തീയതി നരേന്ദ്രമോദി കൊച്ചിയിൽ വരുന്നുണ്ട്. വന്ന് വളരെ കൃത്യമായി മാനിഫെസ്റ്റോ റിലീസ് ചെയ്യുന്നുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ കാണും. അത് റിലീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ സമ്മേളനം നടക്കുന്നുണ്ട്. ക്രിസ്തീയ മതമേലധ്യക്ഷന്മാരുമായിട്ടുള്ള ചർച്ചയും നടക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ പ്രധാനമാണ്. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം വരാൻ സാധ്യതയുണ്ട്. ഇന്ന് വൈകുന്നേരം BJPയുടെ കോർ കമ്മിറ്റി, പാർലമെൻ്ററി കമ്മിറ്റിയും കോർ കമ്മിറ്റിയും ഒക്കെ ഡൽഹിയിൽ ചേരുന്നുണ്ട്. 50 സീറ്റുകളിൽ ഇന്ന് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമെന്നാണ് പറയുന്നത്. എങ്കിൽ ആ 50 സീറ്റുകളിലെ സ്ഥാനാർത്ഥികൾ
സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്യുന്നത് കൂടി കൊച്ചിയിൽ നടക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ തൃപ്പൂണിത്തറയും അതുപോലെ തന്നെ എറണാകുളത്തും അവിടുത്തെ ഓരോ മണ്ഡലങ്ങൾ മട്ടാഞ്ചേരി അടക്കമുള്ള മണ്ഡലങ്ങളിൽ, എറണാകുളം ജില്ലയിലെ മണ്ഡലങ്ങളിൽ, മുനമ്പം അടക്കമുള്ള സ്ഥലങ്ങളുണ്ട്. മണ്ഡലങ്ങളിൽ ആരാണ് BJP സ്ഥാനാർത്ഥി എന്നുള്ള ശക്തമായ പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 50 സീറ്റ്, മൊത്തം 100 സീറ്റിലാണ് അവർ മത്സരിക്കുന്നത്. 140 സീറ്റ്, 40 സീറ്റ് BDJSനും മറ്റ് പാർട്ടികൾക്കും 20-20ക്കുമായിട്ട് പോകും. അപ്പോഴും പിന്നെ ഈ 90 മുതൽ 100 സീറ്റ് വരെയാണ് മത്സരിക്കുന്നത്. അതിൽ 50 സീറ്റിലെ സ്ഥാനാർത്ഥികളെ ഉടനെ പ്രഖ്യാപിക്കുമെന്നറിയുന്നു. ഞാൻ അതിനകത്ത് സൂചിപ്പിച്ച പോലെ വളരെ A ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെല്ലാം അവർ ആദ്യമേ തന്നെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. പലരും ഇപ്പോൾ തന്നെ ചുവരെഴുത്ത് നടത്തി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ബലം കൊടുക്കുന്ന ഒരു യോഗമായിരിക്കും, സമ്മേളനമായിരിക്കും മോദി വന്ന് നടത്തുന്നത്. അത് 11-ാം തീയതിയാണ് കൊച്ചിയിൽ വച്ച് നടക്കുന്നത്. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ? വീണ്ടും ഒരു പ്രാവശ്യം തുറന്ന് വീണ്ടും നടയടച്ചു. രാജഗോപാലിലൂടെ നേമത്ത് തുറന്നു, ശിവൻകുട്ടിയിലൂടെ അത് അടച്ചു. ഇനി വീണ്ടും കട തുറക്കുമോ? നിയമസഭയിൽ ഒന്നിലധികം ആളുകളെത്തുമോ? അത് 2 ആണോ 3 ആണോ 5 ആണോ 10 ആണോ? മാക്സിമം പോയാൽ 10 ആണോ ഇപ്രാവശ്യം എത്തുന്നതെന്നുള്ളൊരു ചർച്ച നടക്കുന്നുണ്ട്. എന്തായാലും ഒരുപാട് സ്ഥലങ്ങളിൽ 3-ാം സ്ഥാനത്തിന് പകരം 2-ാം സ്ഥാനത്ത് BJP എത്തുന്ന കഥ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി. ആറ്റിങ്ങലിൽ 2-ാം സ്ഥാനം, കഴക്കൂട്ടത്ത് 2-ാം സ്ഥാനം, പിന്നെ ഓരോ സ്ഥലങ്ങളിലും 2-ാം സ്ഥാനത്ത് BJP എത്തുന്നുണ്ട്. നേമത്ത് 2-ാം സ്ഥാനം വന്നു. അങ്ങനെ 2-ാം സ്ഥാനത്ത് എത്തുന്ന BJP 1-ാം സ്ഥാനത്തിലേക്ക് എത്തുമോ എന്നറിയാൻ ഒരു കൗതുകം കേരള രാഷ്ട്രീയത്തിലുണ്ട്. BJPക്കുള്ള അസ്പൃശ്യത്വവും അല്ലെങ്കിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അകൽച്ചയും കേരളത്തിൽ മാറുകയാണോ എന്നതുകൊണ്ടൊരു ചോദ്യം കൂടിയാണ്. BJPയുടെ അഖിലേന്ത്യാ തലത്തിലുള്ള നേതൃത്വം കേരളത്തെ കാണുന്നത് മറ്റൊരു തരത്തിലാണ്. അതുകൊണ്ട് തന്നെ മോദിയും അമിത്ഷായും JP നദ്ദയും അതുപോലെ നിതിൻ ബബിനും തുടങ്ങിയ വലിയ നേതാക്കൾ, പിന്നെ മന്ത്രിമാർ, നിർമ്മല സീതാരാമൻ അടക്കമുള്ള, പീയൂഷ് ഗോയൽ അടക്കമുള്ള മന്ത്രിമാർ, അശ്വിനി വൈഷ്ണവ്, അങ്ങനെ മന്ത്രിമാരും എല്ലാം അടുത്ത 2 മാസത്തിൽ കേരളത്തെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു തുടക്കമായി നരേന്ദ്രമോദി വരുന്നു. അവർ കേരളം പിടിക്കുമോ? ഉടനെ പിടിച്ചില്ലെങ്കിലും ഒരു ഡിസൈഡിങ് ഫാക്ടറായി, കേരളത്തിൽ ഡിസിഷൻ മേക്കർമാരായി, അല്ലെങ്കിൽ കേരളം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നിടത്ത് BJP എത്തുമോ എന്നാണ് രാഷ്ട്രീയ കേരളം കൗതുകത്തോടു കൂടി കാത്തിരിക്കുന്നത്.